രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനങ്ങളെ പേടിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ സ്വന്തം ഓഫീസുകളിലെ പിയൂണിന് പോലും ലീവ് കൊടുക്കാണ്ട് പിടിച്ചിരുത്തിയ ഒരവസ്ഥ. ഇത് പറഞ്ഞത് ഞാനല്ല, അതായത് ആജ് തക് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ ഒരു ആങ്കറാണ്, ഒരു ജേർണലിസ്റ്റാണ്. അവർ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോർഷനാണ്. അത് വെച്ചിട്ട് നമുക്ക് പറയാം എത്രത്തോളം രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എത്രത്തോളം പേടിപ്പിക്കുന്നുണ്ട് അവരെ, എത്രത്തോളം പേടിച്ചിട്ടാണ് അവർ ഇരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യക്തതയാണ് അത് വരുന്നത്. भाई इलेक्शन कमीशन को टाइम मिला कि अच्छा ठीक है 1:30 बजे राहुल गांधी प्रेस कॉन्फ्रेंस करेंगे। कमीशन 1 बजे से तैयार हो गया। जो सीईओज थे उनको भी हर स्टेट के तैनात कर दिया गया। तो आप ये देखिए कि राहुल गांधी की प्रेस कॉन्फ्रेंस जो लोग देख रहे थे उसमें सारे सीईओज पूरे देश भर के उनके ऑफिस में टीवी ऑन थे। वो लोग अपनी पीसी देख रहे थे कि अगर जिस भी स्टेट के बारे में बात करी जाएगी तो वो सीईओ जो है डेटा निकाल के तैयार रहे। ये चुनाव आयोग के आदेश थे। इलेक्शन कमीशन के अंदर हर कमरे में टीवी ऑन था और 1:15 पे वो तैयार थे। कॉपी पेन बाहर था कि भाई जो भी बात की जाएगी उसको नोट किया जाएगा। ഇതിൽ അവർ പറയുന്നത് ഷോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം വിളിച്ചത് 1:30 കഴിഞ്ഞ നവംബർ 5 അതെ 1:30 പത്രസമ്മേളനം വിളിക്കുന്നത്. ഈ ഒരു ന്യൂസ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ഇവർക്ക് കിട്ടുന്നു. അതോടുകൂടി അന്നൊരു പബ്ലിക് ഹോളിഡേ ആയിട്ടുണ്ട്. ഗുരുനാനക് ജയന്തിക്ക് ഇലക്ഷൻ കമ്മീഷന് പബ്ലിക് ഹോളിഡേ ആണ്. ആ ഹോളിഡേ വരെ ക്യാൻസൽ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് ബീഹാർ, ഹരിയാന, അങ്ങനത്തെ പല സ്ഥലങ്ങളിലും മൊത്തം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസുകളിൽ പിയൂണ് വരെ ലീവ് കൊടുക്കാൻ പാടില്ല, ലീവില്ല, ഓഫീസിൽ എത്തിയിരിക്കണം എന്നും പറഞ്ഞിട്ടായിരുന്നു നിർദ്ദേശം വന്നിട്ടുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം 1:30 ഷെഡ്യൂൾ ചെയ്യുന്നുള്ളത്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1 മണിക്ക് തന്നെ പൂർണ്ണ സജ്ജമായിട്ടിരിക്കുകയാണ്. എന്താണോ ഇയാൾ പറയാൻ പോകുന്നത്, ഞങ്ങൾക്ക് എവിടെയാണോ ആപ്പ് വെക്കാൻ പോകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അവർ സജ്ജമായിട്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലുള്ള വിന്യാസം, അതായത് ദേശീയ തലത്തിലാണ് ഇവരുടെ ഈ ഒരു മെമ്മോ പോകുന്നത്. രാജ്യത്തുടനീളമുള്ള എല്ലാ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും പരാമർശം ഉണ്ടായ ഉടനെ തന്നെ വിവരങ്ങളൊക്കെ ലഭ്യമാക്കുന്ന രീതിയിൽ അവരുടെ ഓഫീസുകളിലെല്ലാം TV ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനം തത്സമയം അവരെ കൊണ്ട് ഇരുത്തി കാണിപ്പിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. അതായത് വിവരങ്ങൾ രേഖപ്പെടുത്തണം. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഓരോ മുറികളിലും TV ഓൺ ആയിരുന്നു. അത് മാത്രമല്ല 1:15 തന്നെ ഉദ്യോഗസ്ഥൻ പേനയും കോപ്പിയുമായി രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ വാക്കും രേഖപ്പെടുത്താൻ തയ്യാറായിട്ടിരിക്കണം. ഇങ്ങനെയായിരുന്നു നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടർ പറയുന്നത്. അങ്ങനെ അവർ ഇരുത്തി എന്തുണ്ടെങ്കിലും നോട്ട് ചെയ്തോ, നമുക്ക് മറുപടി കൊടുക്കാനുള്ളത് ആണ്, അതാണല്ലോ അതിന്റെ മെയിൻ ഉദ്ദേശം. പക്ഷേ എന്ത് നോട്ട് ചെയ്തിട്ടും എല്ലാം കറക്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ മറുപടി പറയാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫിനോ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഫേസ്ബുക്കിൽ 1-2 പോസ്റ്റ് ഇട്ട് ആ പരിപാടി അങ്ങ് നിർത്തി. നമ്മൾ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കട്ടെ, ഇനി ഞങ്ങളെ കൊണ്ട് വയ്യ അതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾ SIR-ഉമായിട്ട് മുമ്പോട്ട് വരികയാണ്. കാരണം SIR ഉണ്ടെങ്കിൽ ഇനി BJPക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതായത് വോട്ടുകളവ് എത്രത്തോളം ഉണ്ടെന്ന് ആൾക്കാരൊക്കെ മനസ്സിലാക്കി തുടങ്ങി. വോട്ട് കക്കുന്നതും വോട്ട് കുത്തിക്കയറ്റുന്നതും എത്രത്തോളമാണ് എന്നുള്ളത് ആൾക്കാർ വ്യക്തമായിട്ട് മനസ്സിലായിട്ട് അത് EVM-ലാണെങ്കിലും അല്ലാത്ത രീതിയിലും എങ്ങനെയൊക്കെ വോട്ട് കക്കാൻ പറ്റും അതൊക്കെ നമ്മൾ കക്കുന്നുണ്ട്. ഇത് എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് കൊണ്ട് തന്നെ SIR വെച്ചിട്ട് മാക്സിമം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ വെട്ടി ഒഴിവാക്കാം. അല്ലെങ്കിൽ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ, ഇവരൊക്കെയാണ് കോൺഗ്രസിന് ഏറ്റവും തോന്നെ വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ BJPക്ക് എപ്പോഴും വോട്ട് ചെയ്യുന്നത് അതിൻ്റെ മേലുള്ള ആളുകളായിരിക്കും. ഒരു അർബൻ പാർട്ടിയാണ് BJP എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ BJP വല്ല ലൊട്ടിലൊടുക്ക് വിദ്യകൾ കാണിച്ചിട്ട് കുറച്ച് ആൾക്കാരെ വോട്ട് കിട്ടും. അതല്ലാണ്ട് കോൺഗ്രസിന് പോകുന്ന സ്ട്രോങ് വോട്ടുകൾ നമുക്ക് SIR വെച്ച് കട്ട് ചെയ്തേ പറ്റൂ. 2 വർഷം കഴിഞ്ഞിട്ട് UP-യിൽ അടുത്ത ഇലക്ഷന് 2 വർഷം കഴിയണം. അത് കഴിഞ്ഞിട്ട് പറയും ഈ ഒരു മാസം കൊണ്ട് SIR തീർക്കണം എന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഇതിന്റെ മാക്സിമം പ്രഷർ കൊടുത്തിട്ടാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇത്രയും പേര് ആത്മഹത്യ ചെയ്തു. അതായത് വർക്ക് പ്രഷർ കാരണം, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ വിത്തിൻ 2-3 ഡേയ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് വരെ പുറത്താക്കും എന്നുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ട് ആത്മഹത്യ, മനസ്സംഘർഷം, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെ പല രൂപത്തിൽ മരിച്ച ആളുകളുടെയും അല്ലെങ്കിൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെയും ഫോട്ടോസാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് SIR ഇത്ര പെട്ടെന്ന് എന്നുള്ളത്. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ കാര്യം ആലോചിച്ചാൽ മതി. 2024 ലോക്സഭ ഇലക്ഷൻ വന്ന സമയത്ത് 400 ബാർ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മോദിജിയും അമിട്ടും കൂടെ പല സ്റ്റേജുകളിൽ കയറി നിരങ്ങി ചെലച്ചുകൊണ്ടിരുന്നത്. അവസാനം എന്ത് കിട്ടി? വെറും 240 കുറഞ്ഞു എന്ന് മനസ്സിലായി. അതും വോട്ട് കട്ടതിന് ശേഷം. അപ്പം ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അടുത്തൊരു വട്ടം കൂടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മൂഞ്ചും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മാക്സിമം വോട്ടുകൾ വെട്ടിച്ചുരുവാക്കുക, അല്ലെങ്കിൽ എവിടെയൊക്കെ കോൺഗ്രസ് ജയിക്കും ഉറപ്പുള്ള സ്ഥലങ്ങളിലെ കംപ്ലീറ്റ് വോട്ടുകളും വെട്ടി ഒഴിവാക്കുക. SIR എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത്
ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ രാജ്യം ഭരിക്കുന്ന കള്ള പാർട്ടിക്കും ആ കൂട്ടത്തിലുള്ള സകല 41 കള്ളന്മാരോ അല്ലെങ്കിൽ എത്ര കള്ളന്മാരെ നിങ്ങൾ എടുത്തോ ഈ കള്ളന്മാർക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ SIR എത്രയും പെട്ടെന്ന് തീരുമാനമാക്കാനുള്ള പ്ലാന് വന്നതും. അതിനെതിരെ ആരൊക്കെ എന്തൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാലും അത് സുപ്രീം കോടതിയിൽ എത്തി അവിടെ കിടന്ന് തങ്ങി നിൽക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബീഹാറിൽ നമ്മൾ കണ്ടു 62 ലക്ഷം വോട്ട് വെട്ടിയതിന്റെ കണക്ക് ചോദിച്ചപ്പം ഇലക്ഷൻ കമ്മീഷൻ തിരിച്ച് 41 ലക്ഷം ആക്കി മാറി 21 ലക്ഷം വീണ്ടും ആഡീഷൻ ചെയ്തതും ഈ 41 ലക്ഷത്തിന്റെ കണക്ക് ചോദിച്ച സമയത്ത് അത് ഈ യുണീക്ക് ID വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അത് എല്ലാം വെബ്സൈറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റ് കൊടുക്കാണ്ടിരുന്നത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? ആരും അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് കേസ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് കേസ് കൊടുത്തിട്ടുണ്ട്, അത് കോടതിയിലുണ്ട്. ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഡാറ്റകൾ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടുമില്ല. അവിടുത്തെ ഇലക്ഷൻ കഴിയുകയും ചെയ്യും. അവിടുത്തെ ഇലക്ഷനിൽ എത്രത്തോളം കള്ളത്തരം കാണിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. പലവട്ടങ്ങളായിട്ട് പോളിംഗ് ചെയ്തതിന് ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടിങ്ങിൻ്റെ നമ്പേഴ്സിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടു. എത്ര പേര് ചോദ്യം ചെയ്തു, കുറച്ച് ആളുകൾ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാണ്ട് ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഇതേപോലത്തെ പത്രസമ്മേളനങ്ങളെ പേടിച്ച് ഒരു സമയത്തൂടെ SIR നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ആരോപണങ്ങൾ വ്യക്തമായിരുന്നു. जो तैयारी है सबसे महत्वपूर्ण बात यह है कि भारतीय जनता पार्टी, उनकी सरकार, उनके अधिकारी और चुनाव आयोग मिलकर के ये तैयारी कर रहे हैं कि 2024 में जिन विधानसभाओं में समाजवादी पार्टी जीती है, इंडिया गठबंधन जीता है, उन विधानसभाओं में 50,000 से ज्यादा वोट काट दिया जाए SIR के बहाने. यही यूपी में हो रहा है, यही वेस्ट बंगाल में तैयारी चल रही है. വോട്ട് വെട്ടിമാറ്റൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം വിജയിച്ച അസംബ്ലി മണ്ഡലങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് ഏകദേശം 50,000-ഓളം വോട്ടുകൾ മനഃപൂർവ്വം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. UP-യിലെ കാര്യമാണ് പുള്ളി പറഞ്ഞത്. ലക്ഷ്യമൊന്നുമില്ല, വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ മറവിൽ UP, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ വോട്ടർമാരെ ഇല്ലാണ്ടാക്കുക, ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്നാണ് അഖിലേഷ് പറഞ്ഞത്. വളരെ സത്യമായിട്ടുള്ള കാര്യം, അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തർപ്രദേശിൽ ഡിറ്റൻഷൻ സെന്റേഴ്സ് വരുന്നുണ്ട്. ഇതുപോലെ എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി താമസിപ്പിക്കാനാണ് സംസ്ഥാനത്ത് താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത്. ജില്ലാ അധികാരികൾക്ക് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയതിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്. അതായത് ഇപ്പം SIR-ന്റെ പേരിലും അല്ലാത്ത NRC-യുടെ പേരിലും ഒക്കെ ഇങ്ങനെ പിടിക്കുന്ന ആളുകളെ അത് നമുക്കറിയാം. ചിലപ്പം എന്താ പറയുക, അവിടെ നിന്ന് നുഴഞ്ഞു കയറി വന്ന അല്ലാത്ത ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ, ഒരു 10, 50, 60, 70 വർഷങ്ങളായിട്ട് നാട്ടിൽ ജീവിക്കുന്ന പണ്ടെങ്ങോ ഉപ്പ അല്ലെങ്കിൽ വല്യാപ്പ ആരെങ്കിലും പാകിസ്ഥാനിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു വിടാൻ നിർത്തിയിട്ടുള്ള പല ആളുകളും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരെ നമ്മൾ കണ്ടു. അപ്പം ഇവരുടെ ഉദ്ദേശം SIR എന്ന് പറഞ്ഞിട്ട് മാക്സിമം ആൾക്കാരുടെ വോട്ട് വെട്ടുക, ഈ വെട്ടിയ ആൾക്കാർ ഇന്ത്യൻ പൗരത്വമല്ല എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് കെട്ടിക്കുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഇതിൽ പറയാൻ പോകുന്നത്. അതാണ് പുള്ളി പറഞ്ഞിട്ടുള്ളതും. ഇപ്പോൾ നമ്മുടെ നിർമ്മല സീതാറാമിൻ്റെ ഹസ്ബൻഡ് പരകാല പ്രഭാകറും കഴിഞ്ഞ ദിവസം കറക്റ്റായിട്ട് പുള്ളി ബീഹാർ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള വോട്ട് വെട്ടിപ്പിനെ പറ്റി സംസാരിച്ചു. അത് മാത്രമല്ലാണ്ട് പുള്ളി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം ഒരു രക്തരഹിത രാഷ്ട്രീയ കൂട്ടക്കൊല, അതായത് വാളുകൊണ്ട് വെട്ടിയിട്ടല്ലാണ്ട് ഉള്ള രാഷ്ട്രീയ കൂട്ടക്കൊലയാണ് ഇപ്പം SIR-ന്റെ പേരിൽ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെ വെട്ടിമാറ്റുക, വാളെടുക്കുന്നില്ല എന്ന് മാത്രം പേര് വെട്ടിമാറ്റുക. അതൊരു രാഷ്ട്രീയ തന്ത്രം, രാഷ്ട്രീയ കുതന്ത്രമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പുള്ളി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത്. പിന്നെ രണ്ടാം പൗരത്വം എന്നുള്ള രീതിയിൽ രണ്ടാംകിട പൗരന്മാർ, പാവപ്പെട്ടവന്മാർ, ദളിതർ, മുസ്ലിങ്ങൾ എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ മാറ്റി നിർത്താനുള്ള മറ്റൊരു സംവിധാനം കൂടെ തന്നെയാണ് SIR എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ന്യൂനപക്ഷക്കാർ, പിന്നെ മറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, ഈ ആൾക്കാരെയാണ് ഈ SIR മെയിനായിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അവരുടെ വോട്ടവകാശം നിഷേധിക്കൽ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക്. ഇവരുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള പരിപാടി, അത് പൗരത്വത്തിൻ്റെ പേരിലും ഈ പറഞ്ഞ വേണ്ട ഡാറ്റകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പേരിലും ഇവരുടെ എല്ലാം പൗരത്വം ഇല്ലാണ്ടാക്കുക. ഇതാണ് ഏറ്റവും രഹസ്യമായിട്ട് ഇപ്പം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ, അതായത് NRC പോലത്തെ ഒരു പരിപാടി കൊണ്ടുവന്നിട്ട് അത് SIR-ന്റെ രൂപത്തിൽ ഇവിടെ പരത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ BJP സർക്കാർ, ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള ബയാസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സംവിധാനത്തിന്, ഒരു കേന്ദ്ര സംവിധാനത്തിന് വെച്ചിട്ട് നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത പ്രാവശ്യം 240 ഉള്ളത് മേലോട്ട് പൊതിക്കണമെങ്കിൽ കുറച്ച് വോട്ട് കക്കണം, കുറച്ച് EVM കക്കണം, കുറച്ച് ബ്രസീലിയൻ മോഡൽസിന് ഇറക്കണം, പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മൾ ബാലറ്റ് പേപ്പർ അല്ലല്ലോ അല്ലേ, എന്താ പറയുക, നമ്മൾ CCTV ഓഫ് ചെയ്തിട്ട് പല വിക്രസുകൾ നമ്മൾ കാണിക്കും. കൂട്ടത്തിൽ ഓരോ മണ്ഡലത്തിലും ഈ പറഞ്ഞ പോലെ 30,000, 40,000, 50,000 ആൾക്കാരെ വെച്ച് നമ്മൾ വെട്ടിമാറ്റിയിട്ട് നമ്മൾ വീണ്ടും അധികാരത്തിലോട്ട് എന്ത് ചെറ്റത്തരം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മൾ പിടിച്ചടക്കും എന്ന്
കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡിസംബർ 14 തീയതി അല്ലെ 14, 15, 16 രാംലീല മൈതാനത്തിൽ ഒരു വമ്പൻ റാലി, അതോടനുബന്ധിച്ച് പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും കോൺഗ്രസും അതുപോലെ ഇന്ത്യ ബ്ലോക്കും പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് വരുന്നുണ്ട്. ഏകദേശം 5 കോടിയോളം ആളുകളാണ് കത്തെഴുതിയിട്ട്, അല്ലെങ്കിൽ 272 കള്ളസംഖ്യകൾ എഴുതിയ പോലത്തെ ലെറ്റർ അല്ല, ഏകദേശം 5 കോടി മുതൽ അതിൻ്റെ മേലോട്ട് കോടിക്കണക്കിന് ആളുകൾ സൈൻ ചെയ്ത കത്തുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലാണോ ഈ പറഞ്ഞ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കള്ള സർക്കാർ അട്ടിമറിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഏതാണേലും ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നവർ ഏതൊക്കെ രീതിയിൽ ഭാഗമാകാൻ പറ്റും അതൊക്കെ ഭാഗമാവുക. ഇപ്പം ചില ആൾക്കാർക്ക് പോയി കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യുക. അതല്ലാണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ, രാജ്യത്തെ ജനാധിപത്യം ചത്തു എന്ന് പറഞ്ഞത് ജനാധിപത്യത്തിനെ നമ്മൾ വീണ്ടും എങ്ങനെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ട കാര്യം. കാത്തിരുന്നിട്ട് കാണാം.